ശ്രീ എം നൌഷാദ്. ഓർഡർ. കഴിഞ്ഞ ഓണം സന്തോഷകരവും ആനന്ദകരവും ആഹ്ലാദകരവുമായി ആഘോഷിക്കുന്നതിന് കേരളീയരെ സജ്ജരാക്കിയതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയ ഭക്ഷ്യവകുപ്പിനെയും സപ്ലൈകോയെയും ഗവൺമെന്റിനെയും അതിന് നേതൃത്വം കൊടുത്ത മന്ത്രിയെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എൻ്റെ ചോദ്യം, കഴിഞ്ഞ ഈ ഓണക്കാലത്ത് സപ്ലൈകോ വഴി എത്ര രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായത്? അതിൽ സബ്സിഡി ഇനത്തിൽ എത്രയാണ്, നോൺ സബ്സിഡി ഇനത്തിൽ എത്ര എന്ന കണക്ക് വ്യക്തമായി പറയാൻ കഴിയുമോ? സർ, 386 കോടിയിൽ പരം രൂപയുടെ വിൽപ്പന കഴിഞ്ഞ ഓണക്കാലത്ത് സപ്ലൈകോ നടത്താൻ കഴിയും. സബ്സിഡി ഇനത്തിൽ 180 കോടി രൂപയുടെ വിൽപ്പന നടന്നു. നോൺ സബ്സിഡി ഇനത്തിൽ 206 കോടി രൂപയുടെ വിൽപ്പന നടന്നു. സർ, അത് അനുസൃതമായിട്ടുള്ള എല്ലാ ഗ്രാമങ്ങളിലും പോകാൻ കഴിയുന്ന സഞ്ചരിക്കുന്ന ഓണച്ചന്തകളടക്കം ഇത്തവണ ഓണത്തിന് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ ഓണക്കാലത്ത് എല്ലാ കാർഡ് ഉടമകൾക്കും 25 രൂപ നിരക്കിൽ 20 കിലോ അരി വീതം നൽകുകയുണ്ടായി. അരിയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ഈ പദ്ധതി തുടരാൻ കഴിയുമോ? സർ, ഈ പദ്ധതി തുടരുക എന്നത് തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. അത് തുടരുക തന്നെ ചെയ്യും. സർ, കെ റൈസ് 8 കിലോ 33 രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായിട്ടുള്ള ഇവിടെ സൂചിപ്പിച്ച 20 കിലോ 25 രൂപ നിരക്കിലും തുടരുക തന്നെ ചെയ്യും.